ഹലോ എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ ഒരു സ്ഥലത്ത് അങ്ങനെ രേണുസുതി ബിഗ് ബോസ് വീടിന്റെ പുറത്തായിരിക്കാണ്. എയർപോർട്ടിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ കണ്ടത്. സ്ഥിരമായിട്ട് പുള്ളിക്കാരിന്റെ വീഡിയോ എടുക്കുന്ന ഓൺലൈൻ മീഡിയാസ് തന്നെയാണ് ഈ ദൃശ്യങ്ങളും പകർത്തിയിട്ടുള്ളത്. അവർക്ക് പരസ്പരം കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു നടത്തുന്ന ഇപ്പം ഭാഗം കണ്ടുകഴിഞ്ഞാൽ പുള്ളിക്കാരി ഒട്ടും ഹെൽത്ത് ഒക്കെ അല്ലാത്ത പോലെയാണ്. ചിലപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ടും പുറത്തിറങ്ങിയതിനു ശേഷം പുറത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടും എല്ലാം ആയിരിക്കും, അല്ലെങ്കിൽ പുറത്തിറങ്ങണ്ടായിരുന്നു എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും ഞാൻ ഓക്കെ അല്ല എന്ന് പുള്ളിക്കാരി തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്നലെ എപ്പിസോഡ് കണ്ട ആളുകൾക്കറിയാം, ലാലേട്ടൻ ആ ഒരു സ്ക്രീനിന്റെ ഇപ്പുറത്ത് നിന്നിട്ട് ചോദിച്ച സമയത്ത് രേണു പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുഞ്ഞുങ്ങളെ ഓർമ്മ വരുന്ന സമയത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോകുന്നതാണ് ലാലേട്ട എന്നൊരു ഉത്തരമാണ് രേണു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങോട്ട് പോരുന്നു എന്ന് ചോദിച്ച സമയത്ത് പുള്ളിക്കാരി മറുപടി ഇല്ലാതെ അവിടെ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ അഴിഞ്ഞും കുഴഞ്ഞുള്ള ഒരു ബോഡി ലാംഗ്വേജ് കൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് തീരുമാനിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓർക്കാപ്പുറത്തുള്ള ഒരു പുറത്തുപോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ബിഗ് ബോസിന് കിട്ടിയ ഒരു ചാൻസ് ബിഗ് ബോസ് മുതലാക്കി എന്ന് നമുക്ക് പറയാം. ഞാൻ പറഞ്ഞതിൽ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായി. പുള്ളിക്കാരി അതൊരു കണ്ടന്റ് ആയിട്ട് കൊണ്ടുനടക്കായിരുന്നു. എനിക്ക് പോകണം, എല്ലാ വീക്കിലും ലാലേട്ട ചോദിക്കുമ്പോൾ പോകണ്ട ലാലേട്ട, കുട്ടികളെ ഓർമ്മ വരുമ്പോൾ പറയുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ പുള്ളിക്കാരിക്ക് അവിടുന്ന് പുറത്ത് പോകണമെന്നില്ല. പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കുറച്ച് സെന്റിമെന്റൽ കാർഡും കരച്ചിൽ കാർഡും ഒക്കെ കൂടെ ഇറക്കിയിട്ട് അവിടെ നിന്നാൽ മതി എന്നുള്ളൊരു തോട്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് മോഹൻലാൽ അതിന്റെ അകത്ത് പോയിട്ട് അവിടെ ഇരുന്ന് സോഫയ്ക്കകത്ത് ഇരുന്നിട്ട് നമുക്ക് പോവാം എന്നാ രേണുവിനെ കൊണ്ടുപോവാണെന്നൊക്കെ പറയുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് ഒട്ടും ഓക്കെ അല്ലാത്തൊരു മുഖഭാവമായിരുന്നു. പോകാൻ നേരത്തെ എല്ലാവരും കെട്ടിപ്പിടിച്ചും കരഞ്ഞും ഒക്കെ യാത്ര പറയുന്നുണ്ടെങ്കിലും എനിക്കതൊരു ഫേക്ക് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പുള്ളിക്കാരിക്ക് പോകാൻ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഓർക്കാപ്പുറത്ത് പോലും വിചാരിച്ചു കാണില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കാർഡായിട്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, ഒരു ഗെയിമായിട്ട് പറഞ്ഞതാണ്. എനിക്ക് നല്ല ഭൂരിഭാഗം ആളുകൾക്കും ഫീൽ ചെയ്ത് അങ്ങനെ തന്നെയായിരിക്കും. ഒരു ഗെയിമായിട്ട് പറഞ്ഞാൽ ഞാൻ പോവാണ്, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കിട്ടിയ ചാൻസ് ബിഗ് ബോസ് എന്തായാലും മുതലെടുത്തു. കാരണം ഇരുത്തിയത് കാര്യമില്ലാന്ന് അവർക്ക് തന്നെ ഒരു 35 ദിവസമായിട്ട് മനസ്സിലായി. കാരണം പുറമേന്ന് വെറും 3 മാസം കൊണ്ട് എത്രയധികം റീച്ചിലെത്തിയിട്ട് ബിഗ് ബോസിന് വലിയ കോണ്ടന്റ് കൊടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടെ വലിയ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ഒരു മുതലാണ് അത്. ആഴ്ചയിൽ 5000 രൂപ വെറുതെ ഇരുന്ന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് വോട്ട് കിട്ടി പുറത്താകുന്നത് വരെയെങ്കിലും ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇങ്ങനെ തന്നെ പിടിച്ചു പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു 35 ദിവസം കൂടെ നിൽക്കായിരുന്നു. ആ ഒരു 35 ദിവസത്തേക്കും കൂടെയുള്ള പേയ്മെന്റ് അവർക്ക് വാങ്ങാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം. പുറത്ത് വോട്ടുണ്ട്, മോഹൻലാൽ പറഞ്ഞ പോലെ തന്നെ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് അവിടെ വോട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തെങ്കിലും ചെയ്താൽ സ്വാഭാവികമായിട്ട് വോട്ട് കൂടും. ചെയ്യുന്നത് നെഗറ്റീവ് തന്നെ ചെയ്യണമെന്നൊന്നും ആരും പറയുന്നില്ല. അവർക്ക് അവിടെ പോസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്നും അവര് ഒരു അഭിപ്രായം പറയാൻ പോലും തയ്യാറായില്ല. ഓക്കെ, വിത്തൌട്ട് ഹേറ്റ് ആണ് അവിടുന്ന് പുറത്ത് വന്നത് എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അവിടെ പെർഫോം ചെയ്യാതെ അവിടെ വെറുതെ ഇരുന്നത് തന്നെ വലിയൊരു ഹേറ്റാണ്. നമ്മുടെ നോബീനെയൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട്, ഇതേമാതിരിയായിരുന്നു. ലാസ്റ്റ് വരെ ഒന്നും ചെയ്യാതിരുന്ന വാഴയായിരുന്നു ഈ നോബി, സൂരജ് ഒക്കെ. അവർക്ക് കിട്ടിയ സെയിം ഹേറ്റ് തന്നെയാണ് ഇപ്പൊ രേണുവിനുള്ളത്, ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നു എന്നുള്ള കാര്യത്തിന്. അല്ല, ഞാൻ ആലോചിച്ച് നോക്കുക, 3 മാസം കൊണ്ട് പെട്ടെന്ന് വൈറലാകുന്നു, ബിഗ് ബോസിനകത്തോട്ട് കയറാൻ അവസരം, ഒരു ഓഡിഷൻ പോലും അറ്റൻഡ് ചെയ്യാണ്ട് ഇവര് ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് ഇത്രയും ഫേമസ് ആയ ആൾക്കാരെ. അപ്പൊ അങ്ങനെ ഒരവസരം കിട്ടിയിട്ട് അത് മാക്സിമം മുതലാക്കാതെ പുറത്തിറങ്ങി പോരുക എന്നൊക്കെ പറയുന്നത് എന്ത് വലിയ മണ്ടത്തരാണ്. ഇപ്പൊ എന്തായാലും ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ആലോചിക്കും. ഫോണിലെ ട്രോൾസും ഫോണിലെ സപ്പോർട്ടിങ്ങും ആർമി പേജസും പിന്നെ കമന്റ്സും കാര്യങ്ങളും വോട്ടിംഗ് റിസൾട്ടും ഇതെല്ലാം കാണുന്ന സമയത്ത് റീതിങ്ക് ചെയ്യും. അയ്യോ പോരണ്ടായിരുന്നു, ഞാൻ കാണിച്ചത് മണ്ടത്തരമാണെന്ന് എന്തായാലും റീതിങ്ക് ചെയ്യും. പക്ഷെ അത് പുറത്തോട്ട് പറയണമെന്നില്ല, അവരുടെ ഉള്ളിൽ എന്തായാലും അവർ അത് റീതിങ്ക് ചെയ്യും. കാരണം ഇന്നലെ ഓണപരിപാടിന്റെ ഇടയ്ക്ക് അവരുടെ ഫാമിലിയൊക്കെ അത്രയും ഹാപ്പിയാണ് അവർ അതിൻ്റെ ഉള്ളിൽ പോയതുകൊണ്ട് തന്നെ. അപ്പം അവരുടെ ഒരു സന്തോഷത്തിലും കൂടെ കുത്തി മുറിവേൽപ്പിക്കുന്ന പോലെയാണ് പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് പുറത്തോട്ട് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും കാണിച്ചത് ശുദ്ധ മണ്ടത്തരാണ്. നെഗറ്റീവോ പോസിറ്റീവോ വോട്ടിങ്ങിന്റെ റിസൾട്ട് പ്രകാരം മാത്രം പുറത്തോട്ട് വരുന്നതായിരുന്നു കുറച്ചും കൂടെ അഭികാമ്യം. അതുവരെ അവിടെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് പേയ്മെന്റ് കിട്ടുമായിരുന്നു. പിന്നെ വെറുതെ ഈ ഒരു ദാരിദ്ര്യം പറയേണ്ട കാര്യം ഉണ്ടാവില്ലായിരുന്നു. അത്യാവശ്യത്തിന് പൈസയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോരുന്നതിന് മുമ്പ് നല്ല പൈസ കിട്ടുമായിരുന്നു. ചിലപ്പം ഒരുപക്ഷെ പെർഫോമൻസും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ടുള്ള പോക്കിൽ ആളുകൾക്ക് വിലയിരുത്താൻ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് 5ലേക്കും കയറാമായിരുന്നു. പെർഫോമൻസിന്റെ ഇതിൽ മാത്രം കേട്ടോ, അല്ലാണ്ട് നിങ്ങളെ PR-ന്റെയും പിന്നെ ഈ ഒരു അന്തം ഫാൻസിന്റെയും വോട്ടിംഗ് കൊണ്ടല്ല പറയുന്നത്. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ ടോപ്പ് 5ലേക്കും വേണമെങ്കിൽ എത്താമായിരുന്നു. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മസ്താനി എനിക്ക് തോന്നുന്നു ഇതിൽ നല്ലൊരു റോള് വഹിച്ചിട്ടുണ്ടെന്ന്. കാരണം അതിന്റെ അകത്ത് പോയിട്ട് ഈ സുധിച്ചേട്ടന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞ സമയത്ത് പുള്ളിക്കാരി നന്നായിട്ട് ട്രിഗർ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് പുള്ളിക്കാരൻ നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മാറിയിരുന്ന് കരയുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷമൊക്കെയാണ് വന്നിരുന്നിട്ട്
അവിടെ സോഫയിൽ ഇരുന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണം, കുട്ടികളെ കാണാം എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം പല്ലവി പറഞ്ഞത്. ഞാൻ വിചാരിച്ചത് ലാലേട്ട വരുന്ന സമയത്ത് പ്രതീക്ഷിച്ച ഉത്തരം തന്നെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് കുട്ടികളെ ഓർക്കുന്ന സമയത്ത് പറഞ്ഞതാണ് ലാലേട്ട, പോണ്ട ലാലേട്ട എന്ന് തന്നെ പറയുന്നത് കരുതിയിട്ടുണ്ടായിരുന്നത്. പോണ്ട ലാലേട്ട എന്ന് പറയാനുള്ള ഒരു അവസരം ലാലേട്ടൻ കൊടുത്തില്ല. കാരണം അതിന്റെ മുമ്പ് ഞാൻ അങ്ങോട്ട് വരാൻ എന്തിനാ നമുക്ക് തീരുമാനിക്കാമെന്ന് മോഹൻലാൽ പറയുന്നു. അവിടെ ചെല്ലുന്നു, രേണുവിനോട് അഭിപ്രായം ചോദിക്കുന്നു. നമുക്ക് എന്നാ പോവല്ലേ, എപ്പോഴും ഇങ്ങനെ പോവാന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകില്ലാണ്ട് എന്താ ചെയ്യാന്ന് പറയാം. ശേഷം ഇറങ്ങി പോരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് കണ്ടസ്റ്റൻസിനും കൂടെ ഒരു വാണിംഗ് കൊടുക്കും. ഇനി നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വന്ന് തൂക്കിയെടുത്തിട്ട് പോകും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് കണ്ടന്റ് ഒന്നും തരുന്നില്ല, വെറുതെ ഇങ്ങനെ ചോറും കുത്തിരിക്കുകയാണ്, അവരുടെ കയ്യിലെ പൈസ മുടങ്ങുകയാണെന്ന് കണ്ട സമയത്ത് രേണു പറഞ്ഞ ഒരു അവസരം അവർ മുതലെടുത്തു. രേണു വാക്കൌട്ട് ചെയ്തതല്ല, ബിഗ് ബോസ് തൂക്കിയെടുത്ത് പുറത്തിട്ടതാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്, തൂക്കിയെടുത്ത് പുറത്തിട്ടതാണ്. കാരണം പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അവരുടെ ആ മുഖം കണ്ടു കഴിഞ്ഞാൽ കുട്ടികളെ ഓർക്കുന്ന സമയത്ത് സങ്കടം വരുമ്പോൾ പറയുന്നതാണ് ലാലേട്ട എന്നും പറഞ്ഞു. നിനക്ക് പോകണമെന്ന് ചോദിച്ച സമയത്ത് അവർ ആദ്യം പറഞ്ഞതാണ്, കുട്ടികളെ ഓർക്കുന്ന സമയത്ത് സങ്കടം വരുമ്പോൾ പറഞ്ഞതാണ്. സോ അതിന്റെ അർത്ഥം അവർക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല, വിഷമം വരുമ്പോൾ അങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നതാണ്. അതാണ് അതിന്റെ അർത്ഥം. അതല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒറ്റ വാക്കിൽ പറയായിരുന്നു, എനിക്കിവിടെ ഓക്കെ അല്ല ലാലേട്ട, ഞാൻ വർക്കൗട്ട് ചെയ്യാണ്, എനിക്ക് വരണം ഒറ്റ വാക്കിൽ മോഹൻലാലിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി, നമ്മുടെ ലാൽ സാറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി. പക്ഷെ അവർ അതിന് തയ്യാറായില്ല. പക്ഷെ 8ന്റെ പണിയാണ് കിട്ടിയത്. ലാൽ സാർ അതിന്റെ അകത്തോട്ട് പോകുന്നു, ശേഷം അവിടെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ കൂട്ടിയിട്ട് പോകുന്നു. അപ്പം ഉറക്കത്തിൽ പോലും വിചാരിക്കാത്ത ഒരു നല്ല അടിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിനെ റിഗ്രറ്റ് ചെയ്യും, വൈകാതെ തന്നെ റിഗ്രറ്റ് ചെയ്യും. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ. പനിയാണ്, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഇനിയിപ്പം പുള്ളിക്കാരി ബിഗ് ബോസ് വീടിന്റെ പുറത്ത് വന്നതിന് ശേഷം എന്തായാലും റിയാക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അവരെ ബൈ.